We are going to continue with module 4. Yesterday we finished most of evaluation measures. Today we are going to look at, first we will start with improve classification accuracy and the different methods for improving classification accuracy. കഴിഞ്ഞ എക്സാമിനേഷന് ഈ ബാഗിംഗ് മെത്തേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബൂസ്റ്റിങ്ങും ഉണ്ട്, അതിനും ജനറൽ അൽഗോറിതം ഉണ്ട്. റാൻഡം ഫോറസ്റ്റ് എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു തന്നാൽ, റാൻഡം ഫോറസ്റ്റ് എല്ലാ ഡിഫറെൻറ്റ് മോഡൽസ് യൂസ് ചെയ്ത് നമ്പർ ഓഫ് ക്ലാസിഫയേഴ്സിനെ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തെ വോട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്ലാസിഫയർ ഏതാ ക്ലാസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനാണ് റാൻഡം ഫോറസ്റ്റ്. ദിസ് വാസ് ഡിസ്കസ്ഡ് ഏർലിയർ. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഡിസിഷൻ ട്രീ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ റാൻഡം ഫോറസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ബാഗിങ്ങും ബൂസ്റ്റിങ്ങുമാണ് ഇവിടെ ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നൗ ജനറലായിട്ട് ഈ ക്ലാസിഫിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു മോഡൽ യൂസ് ചെയ്യുന്നതിന് പകരം, ഒരു ക്ലാസിഫയർ യൂസ് ചെയ്യുന്നതിന് പകരം പല ക്ലാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ വോട്ടെടുക്കും. ഏത് ക്ലാസ്സിനാണോ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട് കിട്ടുന്നത് അതിനനുസരിച്ചായിരിക്കും പ്രഡിക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ സെയിം സെറ്റ് ഓഫ് ഡേറ്റ D1 D2 ഈ ഡേറ്റ സെറ്റിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും യൂസിങ് ദി സാമ്പിളിംഗ് മെത്തേഡ്. അതായത് വിത്ത് റീപ്ലേസ്മെൻറ്റ് സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് D1 D2 DK നമ്മൾ ഡിവൈഡ് ചെയ്യും ഈ ഡേറ്റ സെറ്റിനെ. അത് കഴിഞ്ഞിട്ട് ഈ ഓരോ ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് മോഡൽസിനെ ക്രിയേറ്റ് ചെയ്യും, K മോഡൽസിനെ. ഓരോ മോഡലിൻ്റെ അകത്തും പുതിയ ടപ്പിൾ നമ്മൾ ഇൻപുട്ട് ചെയ്യും. ആ ടപ്പിളിനെ ക്ലാസ്, ഓരോ മോഡലും ക്ലാസ്, സോ ദർ വിൽ ബി K ഔട്ട്പുട്ട്സ്. ഈ K ഔട്ട്പുട്ട്സിൻ്റെ അകത്തും നമ്മൾ സാധാരണ വോട്ടിംഗ് ചെയ്യുന്നത് പോലെ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഏത് ക്ലാസ്സിനാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് ആ ക്ലാസ് ആയിരിക്കും മൊത്തം പ്രഡിക്ഷനായിട്ട് കിട്ടുന്നത്. ദിസ് ഇസ് ദി അൺസാമ്പിൾ മോഡൽ. ഇനി ബാഗിങ്ങിനും ബൂസ്റ്റിങ്ങിനും ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ദ ജനറൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വി വിൽ ലുക്ക് അറ്റ് ബാഗിങ്. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പ് ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത്, ബൂട്ട് സ്ട്രാപ്പ് എന്താണെന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. ദാറ്റ് ഇസ് ഡേറ്റയെ ഡിവൈഡ് ചെയ്ത് വിത്ത് റീപ്ലേസ്മെൻറ്റ് നമ്മൾ ഡേറ്റ സാമ്പിൾസ് എടുക്കുന്നു. എന്നിട്ട് ആ ഓരോ ഡേറ്റ സാമ്പിൾസും വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുന്നു. അതായിരുന്നു ബൂട്ട് സ്ട്രാപ്പ്. അങ്ങനെ ചെയ്യുമ്പം 62.something ആണ്, 8 ആണെന്ന് തോന്നുന്നു പെർസെൻറ്റേജ് ഡേറ്റ ഉപയോഗിച്ചിട്ടുണ്ടാവും ട്രെയിനിങ്ങിന്. ബാക്കി 38 സംതിങ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ടെസ്റ്റിംഗ്. ഓക്കെ, സോ അങ്ങനെയായിരുന്നു ബൂട്ട് സ്ട്രാപ്പ് ഉണ്ടായിരുന്നത്. ഇനി ബൂട്ട് സ്ട്രാപ്പ് അഗ്രിഗേഷൻ ആണ് ബാഗിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ മറ്റേത് ഒരു മോഡലിൽ ഉപയോഗിക്കുന്നത് ഇവിടെ പല മോഡൽസായിട്ട് ഉപയോഗിക്കുന്നു. സോ ലുക്ക് വാട്ട് ഇസ് ഹാപ്പനിങ് ഓവർ ഹിയർ. എക്സാമ്പിൾ, സപ്പോസിങ് ഒരു പേഷ്യൻറ്റ് കുറേ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമോ, ഒരു അസുഖമുണ്ട്, പല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. എന്നിട്ട് അയാൾ പല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഡോക്ടേഴ്സ് എന്ത് ഡയഗ്നോസിസ് ആണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഫൈനൽ റിസൾട്ട് എന്താണെന്ന് തീരുമാനിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾസോ വോട്ടിംഗ്. ഓക്കെ, സോ ആ ഡയഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നത് ഇതാണ്. ഫോർ I is equal to 1 to K എന്ന് വെച്ചാൽ K ഡിഫറെൻറ്റ് ക്ലാസിഫയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ create bootstrap sample DI by sampling D with replacement for each of the classifiers. അപ്പോൾ K ക്ലാസിഫയേഴ്സ് ഉണ്ടെങ്കിൽ K ഡേറ്റ സെറ്റ്സിനെ സാമ്പിൾ ചെയ്യണം, ട്രെയിനിങ് ഡേറ്റ സെറ്റ്സിനെ സാമ്പിൾ ചെയ്യണം വിത്ത് റീപ്ലേസ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് യൂസ് each DI and the learning scheme to derive model MI. അപ്പോൾ ഈ ഓരോ Kനെ ഡിറൈവ് ചെയ്യാനായിട്ട് DI യൂസ് ചെയ്യുന്നു. അങ്ങനെ K മോഡൽസ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഈ അൻസാമ്പിളിൽ നിന്ന് കിട്ടുന്ന ഈ M ഓഫ് K മോഡൽസ് ഉപയോഗിച്ചിട്ട്, K ക്ലാസിഫയേഴ്സിനെ ഉപയോഗിച്ച് പുതിയ ടപ്പിൾ എക്സിനെ ഇൻപുട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ലെറ്റ് ഈച്ച് K മോഡൽ ക്ലാസിഫൈ എക്സ്. ഓരോ മോഡലും ക്രിയേറ്റ് ചെയ്ത ക്ലാസിഫയറും എക്സിനെ ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മെജോറിറ്റി വോട്ട് ഏത് ക്ലാസ്സിനാണോ കിട്ടുന്നത് ആ ക്ലാസ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. ഇതിനെയാണ് ബാഗിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ബാഗിംഗ് മെത്തേഡിന് വേണ്ടിയും ഡയഗ്രാം, ഈ നേരത്തെ കണ്ട ഈ ഡയഗ്രാം തന്നെ യൂസ് ചെയ്യാനായിട്ട് നമുക്ക്, ഈ സെയിം ഡയഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാഗിംഗ് മെത്തേഡിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഇസ് യുവർ അൽഗോറിതം ഫോർ ബാഗിംഗ് മെത്തേഡ്. ഇതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, റെഗുലർ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ബൂസ്റ്റിംഗ് മെത്തേഡ്? ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഓക്കെ, പ്രീവിയസ് കേസിൽ നമ്മൾ എല്ലാ ക്ലാസിഫയറിനും ഒരേ വെയിറ്റ് ആയിരുന്നു കൊടുത്തിരുന്നത്.
ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. ഓരോ ഡോക്ടർ, സപ്പോസിങ് ഡോക്ടേഴ്സിനെ കാണാനാണെങ്കിൽ ഓരോ ഡോക്ടറിനെ പോയി കണ്ടു കഴിയുമ്പം അയാൾ പറയുന്ന കാര്യത്തിന് ഒരു വെയിറ്റ് കൊടുക്കും, ഡിപ്പെൻഡിങ് ഓൺ ഈ ഡോക്ടർ ഇസ് ഹൗ ഗുഡ് അറ്റ് ഹിസ് ജോബ്. അപ്പോൾ പ്രയറായിട്ടുള്ള അയാളുടെ ഡയഗ്നോസുകൾ എത്ര നല്ലതായിരുന്നു, ഗുഡ് ആയിരുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ട് ഇയാളുടെ ഡയഗ്നോസിന് ഒരു വെയിറ്റേജ് കൊടുക്കും. സോ അത് നമ്മൾ നമ്മുടെ ക്ലാസിഫയറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഈച്ച് ക്ലാസിഫയേഴ്സ് ഔട്ട്പുട്ട് വിൽ ഹാവ് എ വെയിറ്റ്. ഓരോ ക്ലാസിഫയറിനും അതിൻ്റെ ഔട്ട്പുട്ടിന് ഒരു വെയിറ്റ് അസൈൻ ചെയ്യും ബേസ്ഡ് ഓൺ ദി ആക്യുറസി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്ലാസിഫയർ ഇൻ പ്രീവിയസ് കേസസ്. പ്രീവിയസ് ആയിട്ട് ആ ക്ലാസിഫയർ എത്ര നന്നായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ, പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടോ, അതേ ബേസ് ചെയ്ത് ഇതിന് വെയിറ്റ്, ഓരോ ഔട്ട്പുട്ടിനും വെയിറ്റ് കൊടുക്കും. എന്നിട്ട് വെയിറ്റഡ് ഔട്ട്പുട്ടാണ് നമ്മൾ ഫൈനലി ക്ലാസ് ഏതാണെന്ന് തീരുമാനിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ദ ഫൈനൽ ഡയഗ്നോസിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ വെയിറ്റഡ് ഡയഗ്നോസിസ്. ഇതാണ് ബൂസ്റ്റിംഗ്. അപ്പോൾ ബാഗിങ് പോലെ തന്നെയാണ്, വിത്ത് വൺ ഡിഫറൻസ്. ഓരോ ക്ലാസിഫയറിനും അതിൻ്റെ പ്രീവിയസ് പെർഫോമൻസെ ബേസ് ചെയ്ത് ഒരു വെയിറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഓരോ പ്രാവശ്യം വെൻ ദ ക്ലാസിഫയർ ക്ലാസിഫൈസ് കറക്റ്റ്ലി, ആക്യുറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പം ആ ക്ലാസിഫയറിൻ്റെ വെയിറ്റ് കൂട്ടുകയും ചെയ്യാൻ പറ്റും. അതിനെയാണ് ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ അഡ ബൂസ്റ്റ് ഇസ് ദ നോർമൽ അൽഗോറിതം യൂസ്. നോർമലി നമ്മൾ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് അഡ ബൂസ്റ്റ് അൽഗോറിതം ആണ് ബൂസ്റ്റിങ്ങിന് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ചെയ്യുന്നത്, ഇത് ചോദിച്ചിട്ടില്ല പരീക്ഷയ്ക്ക്, സോ ഈ പരീക്ഷയ്ക്ക് മേ ബി ബൂസ്റ്റിംഗ് ആയിരിക്കും ചോദിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബാഗിങ് ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ ബൂസ്റ്റിംഗ് ആയിരിക്കാം ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഈ അൽഗോറിതം നിങ്ങൾ പഠിക്കണം. ഓക്കെ, എഴുതാൻ നോർമലായിട്ട് എഴുതാൻ, ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കണമെന്നില്ല, ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് പഠിച്ച് ചെയ്താലും മതി. അഡ ബൂസ്റ്റിൽ ചെയ്യുന്ന ആദ്യം എല്ലാ ടപ്പിളിനും 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടപ്പിൾസ് ആണ് ഈ സ്മോൾ ഡി. 1 ഡിവൈഡഡ് ബൈ ഡി ആണ് എല്ലാ ടപ്പിൾസിനും ആദ്യം വെയിറ്റ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോർ ഈച്ച് ഐ ഈസ് ഇക്വൽ ടു 1 to k എന്നുവെച്ചാൽ k മോഡൽസ് ആണ്, ക്ലാസിഫയേഴ്സ് ആണ്. എഗെയിൻ നേരത്തെ പോലെ തന്നെ സാമ്പിൾ ഡി വിത്ത്, ദാറ്റ് ഇസ് ഈ ക്യാപിറ്റൽ ഡിന്ന് നമ്മൾ ഒരു സെറ്റ് ഓഫ് ഡേറ്റ സാമ്പിൾ ചെയ്യും, ട്രെയിനിങ് ഡേറ്റ സെറ്റായിട്ട് സാമ്പിൾ ചെയ്യും വിത്ത് റീപ്ലേസ്മെൻറ്റ്. അങ്ങനെ കെ മോഡൽസ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഇസ് കെ ക്ലാസിഫയേഴ്സ് ഉണ്ടെങ്കിൽ ഡി ഓഫ് കെ ഡേറ്റ ട്രെയിനിങ് ഡേറ്റ സെറ്റ്സും ഉണ്ടാവും. എന്നിട്ട് ഓരോ ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഇത് ബാഗിങ്ങിനും സെയിം ആണ്. ഡിഫറൻസ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദി എറർ ഓഫ് ദ മോഡൽ. അപ്പോൾ ഒരു ട്രെയിനിങ് ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് മോഡൽ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് ഈ മോഡലിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യും. എറർ റേറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പെർഫോമൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം എറർ റേറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഓരോ മോഡലിൻ്റെയും കെ മോഡൽസിൻ്റെയും എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ആൻഡ് ഇഫ് ദി എറർ റേറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 0.5, ദാറ്റ് ഇസ് 50% കൂടുതൽ എറർ റേറ്റ് ഉണ്ടെങ്കിൽ ദെൻ ആ മോഡലിനെ നമ്മൾ അങ്ങനെ എടുക്കത്തില്ല. പകരം വീണ്ടും ഈ അടുത്തൊരു ഡേറ്റ സെറ്റ് എടുത്തിട്ട് വേറൊരു മോഡലിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വി ക്രിയേറ്റ് കെ മോഡൽസ്. ഈ കെ മോഡൽസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈച്ച് ടപ്പിൾ DIയിലുള്ള ഫസ്റ്റ് മോഡലാണെങ്കിൽ D1ലുള്ള ടപ്പിൾ ഓരോന്നായിട്ട് എടുത്തിട്ട് കറക്റ്റ്ലി ക്ലാസിഫൈ ഫോർ ഈച്ച് ടപ്പിൾ DI ദാറ്റ് വാസ് കറക്റ്റ്ലി ക്ലാസിഫൈഡ്, കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ അതിൻ്റെ വെയിറ്റ്, ആ ടപ്പിളിൻ്റെ വെയിറ്റ് ഓഫ് ദ ടപ്പിൾ ബൈ ദി എറർ. ഓക്കെ, സോ നേരത്തെ ടപ്പിളിൻ്റെ വെയിറ്റ് 1 ഡിവൈഡഡ് ബൈ ഡി ആയിരുന്നു. അപ്പോൾ ആ ടപ്പിളിനെ 1 ഡിവൈഡഡ് ബൈ ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എറർ ഇൻറ്റു MI ഡിവൈഡഡ് ബൈ 1 മൈനസ് എറർ ഇൻറ്റു MI. അപ്പോൾ ആ വെയിറ്റിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, ആ പർട്ടിക്കുലർ ടപ്പിളിൻ്റെ വെയിറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ആൻഡ് നോർമലൈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ടപ്പിൾ. അങ്ങനെ DIയിലുള്ള എല്ലാ ടപ്പിളിൻ്റെ വെയിറ്റും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സപ്പോസിങ് നമുക്ക് കറക്റ്റായിട്ട് അല്ല ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട, പഴയ 1/d തന്നെയായിരിക്കും വെയിറ്റ് ആയിട്ട് ഉള്ളത്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ കെ മോഡൽസിനും നമ്മൾ ചെയ്യുന്നതിനാണ് അഡ ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഔട്ട്പുട്ട് കറക്റ്റ് ആണെങ്കിൽ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ബൂസ്റ്റിംഗ്. ഓക്കെ, നൗ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മോഡൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. ഇനി
പുതിയൊരു ടപ്പിൾ എക്സിനെ എനിക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇനിഷ്യലൈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ക്ലാസ് ടു 0. അപ്പോൾ എത്ര ക്ലാസ് ഉണ്ടോ ആ ക്ലാസ്സുകളെ എല്ലാം ആദ്യം വെയിറ്റ് 0 ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫോർ ഈച്ച് ക്ലാസിഫയർ, for I is equal to 1 to k, do for each classifier അതിൻ്റെ weight is equal to log of 1 minus error of mi. നമ്മൾ നേരത്തെ തന്നെ ഓരോ ക്ലാസിഫയറിൻ്റെ എറർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ log of 1 minus error of mi divided by error of mi കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് weight of each classifier. ഓക്കെ, സോ വെയ്റ്റ്സ് ഓഫ് ദ ക്ലാസിഫയേഴ്സ് വോട്ട് ഇനീഷ്യലി ഈ വെയിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി എറർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്ലാസിഫയർ. അത് കഴിഞ്ഞിട്ട് ഓരോ ക്ലാസ്സിന് C is equal to mi of x. അപ്പം mi of x എന്ന് പറയുന്നത് ഈ മോഡൽ ഏതാണോ അതിലേക്ക് ഈ ടപ്പിൾ നമ്മൾ ഇൻപുട്ട് ചെയ്യും. എന്നിട്ട് നമുക്കൊരു ക്ലാസ് ഔട്ട്പുട്ട് കിട്ടും. അതല്ല ഫൈനൽ ക്ലാസ്, അതിലേക്ക് ഈ വെയിറ്റിനെ ആഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് C plus wi ആണ് ഫൈനലി നമ്മളുടെ വെയിറ്റ് ഫോർ ദ ക്ലാസ്. ഓക്കെ, എന്നിട്ട് ഈ വെയിറ്റ് എന്താണോ നമുക്ക് കിട്ടുന്നത് ആ വെയിറ്റിനെ ബേസ് ചെയ്ത് എല്ലാ മോഡൽസിൽ നിന്നും നമുക്ക് C ഔട്ട്പുട്ടായിട്ട് കിട്ടും. എന്നിട്ട് ഏത് ക്ലാസ്സിനാണോ ലാർജസ്റ്റ് വെയിറ്റ് കിട്ടിയിരിക്കുന്നത്, ഓരോ ക്ലാസ്സിൻ്റെയും ഒരു ക്ലാസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുവാണെങ്കിൽ ആ ക്ലാസ്സിലേക്ക് ആ ക്ലാസിഫയറിൻ്റെ വെയിറ്റ് ആഡ് ചെയ്യും. അങ്ങനെ ഒത്തിരി ക്ലാസിഫയേഴ്സ് ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലേക്കാണ് ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആ ക്ലാസ്സിനായിരിക്കും ഹയസ്റ്റ് വെയിറ്റ് ഉണ്ടാവുന്നത്. ആ ഹയസ്റ്റ് വെയിറ്റ് ഉള്ള ക്ലാസ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നത്. ദിസ് ഈസ് ബൂസ്റ്റിംഗ്. ഓക്കെ, വിത്ത് ദിസ് ആക്യുറസി ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വി ആർ ഗോയിങ് ടു ഡു ന്യൂറൽ നെറ്റ്വർക്ക്സ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫസ്റ്റ് മോഡ്യൂളിൽ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയതാണ്. സോ ദിസ് വിൽ ഗോ സ്ലൈറ്റ്ലി ഫാസ്റ്റ് ബട്ട് പേ അറ്റൻഷൻ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ നൗ ന്യൂറൽ നെറ്റ്വർക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കണ്ടു. ബ്രെയിൻ വർക്ക് ചെയ്യുന്ന അതേ മോഡലിൽ സിസ്റ്റം വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്, ലേൺ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യുന്നത്. അതിന് ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർക്ക് പോലെ തന്നെ കണക്ഷൻസ് ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് യൂണിറ്റ്സ് ആണ്, ഇൻ വിച്ച് ഈച്ച് കണക്ഷൻ ഹാസ് ഗോട്ട് എ വെയിറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇൻപുട്ട് എല്ലാം കൊടുത്ത് ഔട്ട്പുട്ട് വരെ അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര എറർ ഉണ്ടോ അതേ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഓരോ 1 by 1 ലെയേഴ്സിൻ്റെ വെയിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യും. വെയിറ്റും ബയസും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ വി കീപ് ഡൂയിങ് ദാറ്റ് ടിൽ വെയിറ്റിൻ്റെ ചേഞ്ച് വളരെ കുറവായിരിക്കും. ഒന്നെങ്കിൽ വെയിറ്റിൻ്റെ ചേഞ്ച് വളരെ കുറവായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഐട്രേഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതല്ലെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഡേറ്റ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പിംഗ് ക്രൈറ്റീരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് അത് ആവുന്നിടം വരെ ഈ ഐട്രേഷൻ ബാക്ക് പ്രോപ്പഗേഷൻ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ നോർമലി യൂസ് ഫോർ ക്ലാസിഫിക്കേഷൻ ആൻഡ് ന്യൂമറിക് പ്രെഡിക്ഷൻ. ഇനി ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ലോങ് ട്രെയിനിങ് ടൈംസ് എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് വെയിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെയിറ്റും ബയസും സെറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് ടൈം കുറച്ചേറെ എടുക്കാനായിട്ട് റിയൽ ടൈം ആപ്ലിക്കേഷൻസ് ഏറെ എടുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള പാരാമീറ്റേഴ്സും ബയസസും എക്സ്പെരിമെൻ്റലി മാത്രമേ നമുക്ക് ശരിക്കും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുന്നത് ഡിഫിക്കൾട്ടാണ്. അതാണ് അടുത്ത ഒരു ലിമിറ്റേഷൻ. അടുത്തത് ഈ വെയിറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴും വെയിറ്റുകൾ എന്തുകൊണ്ട് അങ്ങനെയാണ് വാല്യൂസ് കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഹ്യൂമൻ ബീയിങ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. പുവർ ഇൻ്റർപ്രറ്റബിലിറ്റി. എന്നാലും ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട്സ് ഓഫ് അഡ്വാൻറ്റേജസ്. സോ സം ഓഫ് ദി അഡ്വാൻറ്റേജസ് ആർ, ഒന്ന്, ഇറ്റ് ഹാസ് ഹൈ ടോളറൻസ് ഫോർ നോയ്സി ഡേറ്റ. അപ്പോൾ ഡേറ്റയ്ക്ക് നോയ്സ് ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, പാറ്റേൺസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ട്രെയിൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഈസിലി. ഓക്കെ,
സോ നമ്മൾ കറക്റ്റായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഡേറ്റ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് എളുപ്പമാണ്. മൂന്നാമത്തെ കാര്യം, ഡൊമെയിൻ നോളജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആട്രിബ്യൂട്ട്സ് ആൻഡ് ക്ലാസ്സസ് യൂസർ അറിയേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ന്യൂറൽ നെറ്റ്വർക്ക് തന്നെ ഈ വെയിറ്റുകളും ബയസുകളും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ റിലേഷൻഷിപ്സ് അങ്ങ് സെറ്റപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂസ് വാല്യൂഡ് ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സിന് ഇത് വളരെ സ്യൂട്ടബിൾ ആണ്. എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വാല്യൂസ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻസെ ബേസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഇൻപുട്സിനും ഔട്ട്പുട്ട്സിനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ദർ ആർ ലാർജ് നമ്പർ ഓഫ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഹാൻഡ് റൈറ്റിംഗ് recognition, pathology and laboratory medicine, training computers to pronounce English text. അങ്ങനെ ഒത്തിരിയും ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇൻ വിച്ച് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ യൂസ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ. ഇത് ഒക്കെ കൂടാതെ പാരലൽ കമ്പ്യൂട്ടിങ്ങിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടെക്നീക്കാണ് ന്യൂറൽ നെറ്റ്വർക്കിനുള്ളത്. സോ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടേഷൻ വിൽ ബി സ്പെഡ് അപ്പ്. നല്ല സ്പീഡിൽ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ഒരു മൾട്ടി ലെയർ ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഹാസ് ഗോട്ട് ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും, ഇതെല്ലാത്തിലും ഉണ്ടാവും. ഇൻപുട്ട് ലെയറും ഔട്ട്പുട്ട് ലെയറും എല്ലാത്തിലും ഉണ്ടാവുന്നതാണ്. അത് കൂടാതെ ദർ ക്യാൻ ബി എ നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ്. ഓക്കെ, ഹിഡൻ ലെയേഴ്സിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് കോംപ്ലക്സിറ്റി ഓഫ് ദ ന്യൂറൽ നെറ്റ്വർക്ക് കൂടും. ടൈം റിക്വയർഡ് ടു ഗെറ്റ് ദി ആൻസറും കമ്പ്യൂട്ടേഷൻ്റെ കോംപ്ലക്സിറ്റിയും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, നൗ ഇൻപുട്ടും ഔട്ട്പുട്ടും നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ ഓരോ ആട്രിബ്യൂട്ടിനും നമുക്കൊരു ഇൻപുട്ട് നോഡ് ഉണ്ടാവും ഇൻ ദ ഇൻപുട്ട് ലെയർ. എത്ര ക്ലാസ്സുകളുണ്ടോ അത്രയും ഔട്ട്പുട്ട് നോഡുകളും ഉണ്ടാവും. ഓക്കെ, ബൈനറി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോഡിൻ്റെ ആവശ്യമേ ഉള്ളൂ. 1 ആണ് ഔട്ട്പുട്ട് എങ്കിൽ ഒരു ക്ലാസ് ആയിട്ടും 0 ആണ് ഔട്ട്പുട്ട് എങ്കിൽ വേറൊരു ക്ലാസ് ആയിട്ടും നമുക്ക് എടുക്കാം. മോർ ദാൻ 2 ഔട്ട്പുട്ട്സ് ആണ് നമുക്കുള്ളതെങ്കിൽ ഓരോ ക്ലാസ്സിനും ഓരോ നോഡായിട്ടായിരിക്കും നമുക്ക്. സോ ഇറ്റ് ഈസ് ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ് ഓർ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ് എന്നായിരിക്കും നോഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് രണ്ടും ഈസ് ഈസി ടു ഡിറ്റർമിൻ ആൻഡ് ഫിക്സ്. പക്ഷേ വാട്ട് അബൌട്ട് ദ ഹിഡൻ ലെയേഴ്സ്? എത്ര ഹിഡൻ ലെയർ വേണമെന്നും ഓരോ ഹിഡൻ ലെയറിൽ എത്ര നോഡുകൾ വേണം എന്നും തീരുമാനിക്കുന്നത് ട്രയൽ ആൻഡ് എറർ ബേസിസിലാണ്. ദർ ഇസ് നോ ഫിക്സ്ഡ് റൂൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ കേസ്. ഓക്കെ, ഇനി ഇതൊക്കെ കൂടാതെ ഡിഫൈനിങ് ടോപ്പോളജി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, നമ്മൾ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ട് ഇൻപുട്ട് ലെയറിൽ, എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സ് ഉണ്ട് ഔട്ട്പുട്ട് ലെയറിൽ, എത്ര നമ്പർ ഓഫ് ഹിഡൻ ലെയേഴ്സ് ഉണ്ട്, എത്ര യൂണിറ്റ്സ് ഉണ്ട് ഓരോ ഹിഡൻ ലെയർ. ഇത് 4 നമ്മൾ തീരുമാനിക്കണം. അതിൽ ഇൻപുട്ട് തീരുമാനിക്കാനോ ഔട്ട്പുട്ട് തീരുമാനിക്കാനോ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് രണ്ടും തീരുമാനിക്കാനാണ് പ്രയാസം. ഇനി നോർമലൈസിങ് ദി ഇൻപുട്ട് വാല്യൂ ഫോർ ഈച്ച് ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് പല വാല്യൂസിൽ കാണും. നോർമൽ കേസിൽ നമ്മൾ ചുമ്മാ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതിന് പകരം നമ്മൾ നോർമലൈസ് ചെയ്ത് എല്ലാ ഇൻപുട്ട് വാല്യൂസും വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. നോർമലൈസേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഓൾറെഡി മോഡ്യൂൾ 2-ലും 3-ലും ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. 0 to 1. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് വാല്യൂസിനെ 0 to 1 ആക്കി തീർക്കാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. സോ ദിസ് വിൽ സ്പീഡ് അപ്പ് ദ ലേണിംഗ് പ്രോസസ്. സോ ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തത് ചെയ്യുന്നത് ഇൻപുട്ടിനെ നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻപുട്ടിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞ് ദർ വിൽ ബി ഓൺലി 1 ഇൻപുട്ട് പെർ ആട്രിബ്യൂട്ട്. ഓക്കെ, ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഔട്ട്പുട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2 ക്ലാസ്സേ ഉള്ളെങ്കിൽ ഒരു നോഡ് മതി. മോർ ദാൻ 2 ക്ലാസ്സസ് ആണെങ്കിൽ ഒരു നോഡ് വിൽ റെപ്രസെൻറ്റ് 1 ക്ലാസ്. ഹിഡൻ ലെയേഴ്സിൻ്റെ കേസിൽ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല. ട്രയൽ ആൻഡ് എറർ പ്രോസസ്സിൽ കൂടെ മാത്രമേ നമുക്ക് എത്ര ഹിഡൻ ലെയർ വേണമെന്നും അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കണമെന്നും അതിൻ്റെ എത്ര നോഡ്സ് വേണമെന്നും ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നൗ ബാക്ക് പ്രൊപ്പഗേഷൻ. ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ട് വരെ പോയിട്ട് ഈ ഔട്ട്പുട്ടിനെ കറക്റ്റായിട്ടുള്ള ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് തെറ്റുകളുണ്ടെങ്കിൽ നമ്മുടെ ഈ ബയസിനെയും വെയിറ്റിനെയും 1 by 1 അഡ്ജസ്റ്റ് ചെയ്യും. അതിനെയാണ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇത് കുറേ പ്രാവശ്യം നടക്കുന്നതുകൊണ്ട് ദിസ് ഇസ് ആൻ ഐട്രേറ്റഡ് പ്രോസസ്. എപ്പോഴാണ് നിർത്തുന്നത്? യു സ്റ്റോപ്പ് ദിസ് പ്രോസസ്, ദെൻ ദി എറർ, നമ്മുടെ എയിം എന്ന് പറയുന്നത് മീൻ സ്ക്വയർ എറർ ബിറ്റ്വീൻ ദ നെറ്റ്വർക്ക്സ് പ്രെഡിക്ഷൻ ആൻഡ് ദി ആക്ച്വൽ ടാർഗറ്റ് വാല്യൂ ഇസ് ദ ലീസ്റ്റ്.
അത് എത്ര മിനിമൈസ് ചെയ്യാമോ അത്രയും എററിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നിടം വരെ ഒന്നെങ്കിൽ നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ദ വെയ്റ്റ്സ് വളരെ കുറവാകുന്നിടം വരെ നമുക്ക് ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇനി ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ വാല്യൂസ് ഇല്ലാത്തപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. Okay, so backpropagation learns by iteratively processing the data set of training tuples, comparing the network's prediction for each tuple with the actual known target. For each training tuple, the weights are modified so as to minimize the mean squared error. അപ്പോൾ നമ്മൾ ഈ ഓരോ പ്രാവശ്യം ഒരു ടപ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ എറർ കുറയുന്നിടം വരെ നമ്മൾ ഇതിനെ ബാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദ മോഡിഫിക്കേഷൻസ് ആർ മെയ്ഡ് ബാക്ക്വേർഡ്സ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ലെയറിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ലെയറിലേക്ക് ആദ്യം നമ്മൾ എറർ പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിൻ്റെ വെയ്റ്റും ബയസും അഡ്ജസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അതിൻ്റെ മുമ്പത്തെ ലെയറിലേക്ക് എറർ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെയ്റ്റ്സും ബയസസിനെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും ഇൻപുട്ട് ലെയർ വരെ പോകുന്നിടം വരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും ഈ ടപ്പിളിനെ ഇൻപുട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യും. പിന്നെയും എറർ ഉണ്ടെങ്കിൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അങ്ങനെ വി കീപ് ഡൂയിങ് ടിൽ ദർ സം സ്റ്റോപ്പ് ക്രൈറ്റീരിയ ഇസ് റീച്ച്ഡ്. ജനറലി വെയ്റ്റ്സ് വിൽ ഇവൻച്വലി കൺവേർജ്. വെയ്റ്റ് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത രീതിയിലാകും. അപ്പോഴാണ് ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, ദർ ആർ അതർ മെത്തേഡ്സ് ഓൾസോ ടു സ്റ്റോപ്പ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഈ സ്റ്റെപ്സ് ഇൻ ബാക്ക് പ്രൊപ്പഗേഷൻ ഞാൻ പറയുന്നതിന് മുമ്പ് ഐ എം ഗോയിങ് ടു ഷോ യു ആൻ എക്സാമ്പിൾ. ഓക്കെ, വെയിറ്റ്. Okay, ഇവിടെ look at these are the steps in back propagation. Okay, so ആദ്യം ചെയ്യുന്നത് we have to initialize all weights and biases in the network. എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യും വെയ്റ്റ്സും ബയസും? വെയ്റ്റ്സും ബയസും ഇനീഷ്യലൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ട് സം വാല്യൂ ബിറ്റ്വീൻ -0.5 ആൻഡ് 0.5 നമ്മൾ അങ്ങ് സെലക്ട് ചെയ്യും. അതിന് അങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് വെയ്റ്റ്സിനെയും ബയസസിനെയും. Here, initialize the weights, initialize small random values ranging from either -1 to 1 or -0.5 to 0.5. നോർമലി നമ്മൾ ലെസ്സർ വാല്യൂസ് ആയിരിക്കും എടുക്കുന്നത്. അതേപോലെ തന്നെ ഈച്ച് യൂണിറ്റ് ഹാസ് എ ബയസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, ഓൾസോ ഇനീഷ്യലൈസ് ടു സ്മോൾ റാൻഡം വാല്യൂസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും വി വിൽ, ആസ് ലോങ് ആസ് ദ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഈ സ്റ്റെപ്പുകൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ദി ഐട്രേഷൻ പ്രോസസ്. ടെർമിനേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നിടം വരെ ഈ പ്രോസസ്സിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലുക്ക് വെരി കെയർഫുള്ളി, വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഫോർ ഈച്ച് ട്രെയിനിങ് ടപ്പിൾ എക്സ്, ഒരു പുതിയൊരു ടപ്പിൾ എക്സ് ട്രെയിനിങ് ഡേറ്റ സെറ്റിൻ്റെ ഒരു ടപ്പിൾ നമ്മൾ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് വാട്ട് വി ഡു ഇസ് propagate the inputs forward. For each input layer, unit j, oj is equal to ij. അപ്പോൾ ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നത് ആ ഇൻപുട്ട് വാല്യൂ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും വേറെ കിട്ടുന്നില്ല. പക്ഷേ ഹിഡൻ ലെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഐ ജെ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറയുന്നത് ഓരോ ഇൻപുട്ടും അതിൻ്റെ വെയ്റ്റും കൂടെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഇൻപുട്ടുകളെല്ലാം കൂടെ ആഡ് ചെയ്ത് ബയസും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇൻപുട്ട്. എന്നിട്ട് ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, നോർമലി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സിഗ്മോയിഡൽ ഫംഗ്ഷൻ ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് ഫംഗ്ഷൻ ആകാം, അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഇപ്പോൾ സിഗ്മോയിഡ് ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു എസ് ഷേപ്ഡ് ഫംഗ്ഷനാണ്, ഇങ്ങനെ കാണുന്ന ഒരു ഫംഗ്ഷനാണ് സിഗ്മോയിഡൽ ഫംഗ്ഷൻ. ഒന്നും പറഞ്ഞിട്ടില്ലാത്തപ്പോൾ നമ്മൾ എപ്പോഴും ആക്ടിവേഷൻ ഫംഗ്ഷൻ സിഗ്മോയിഡ് ആണെന്നാണ്
നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദി ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ജെ. ഈ മൈനസ് ഐ ജെ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. സോ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ജെ. സോ ആദ്യം ഐ ജെ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷനിലേക്ക് ഐ ജെ ഇടുക, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഹിഡൻ ലെയറിനും ഔട്ട്പുട്ട് ലെയറിനും, ഇൻപുട്ട് ലെയറിന് എന്താണോ ഇൻപുട്ട് അത് തന്നെയാണ് ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ദിസ് ഫൈനലി ഔട്ട്പുട്ട് വരെ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യും. വൺസ് ഔട്ട്പുട്ട് വരെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പ്രൊപ്പഗേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ എങ്ങനെ ബാക്ക് പ്രൊപ്പഗേഷൻ നടത്തണം? ബാക്ക് പ്രൊപ്പഗേഷൻ നടത്താൻ ആദ്യം എറർ കണ്ടുപിടിക്കുക. എറർ ഔട്ട്പുട്ട് ലെയർ ആണെന്നുണ്ടെങ്കിൽ ദി എറർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നോഡ് ഒ ജെ ഇൻറ്റു 1 മൈനസ് ഒ ജെ. ഈ ഒ ജെ ഇൻറ്റു 1 മൈനസ് ഒ ജെ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ദി ഔട്ട്പുട്ട് ആക്ടിവേഷൻ ഫംഗ്ഷനാണ് ഈ ഇത്രയും ഭാഗം, ഒ ജെ ഇൻറ്റു 1 മൈനസ് ഒ ജെ. ഓക്കെ, ദാറ്റ് ഇൻറ്റു ദ ടാർഗറ്റ് ഔട്ട്പുട്ട് മൈനസ് ദി ക്ലാസിഫയേഴ്സ് ഔട്ട്പുട്ട്. സോ നമ്മുടെ കേസിൽ എന്തെങ്കിലും ടാർഗറ്റ് ഔട്ട്പുട്ട് എന്താണ് തന്നിട്ടുണ്ടാവും. സോ ഒ ജെ ഇൻറ്റു 1 മൈനസ് ഒ ജെ ഇൻറ്റു ടി ജെ മൈനസ് ഒ ജെ ആണ് എറർ ഓഫ് ദി ഔട്ട്പുട്ട് ലെയർ. ഓക്കെ, ഇങ്ങനെ എല്ലാ ഔട്ട്പുട്ട് ലെയറിന് എത്ര നോഡുണ്ടോ അത്രയും നോഡിൻ്റെ എറർ നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ എററിനെ ബാക്കിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ ഹിഡൻ ലെയർ ആണെന്നുണ്ടെങ്കിൽ ഓരോ നോഡിൻ്റെയും എറർ കണ്ടുപിടിക്കാനായിട്ട് ദിസ് ഇസ് അഗെയിൻ ഡെറിവേറ്റീവ് ഓഫ് ആക്ടിവേഷൻ ഫംഗ്ഷൻ. അത് കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ നോഡിലേക്ക് എങ്ങോട്ടൊക്കെയാണോ നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തത് അതിൻ്റെ ഒക്കെ എറർ ബാക്ക് ചെയ്യണം. എന്നിട്ട് ആ എററുകളെല്ലാം ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് വെയിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് മിഡിൽ ഹിഡൻ നോഡ്സിൻ്റെ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ നോഡിൻ്റെയും ഔട്ട്പുട്ട് നോഡിൻ്റെയും ഹിഡൻ നോഡിൻ്റെയും എററുകൾ കാൽക്കുലേറ്റ് ചെയ്യണം. വൺസ് ദി എറേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ദെൻ ഡെൽറ്റ, ദാറ്റ് ഇസ് ചേഞ്ച് ഇൻ വെയിറ്റും ചേഞ്ച് ഇൻ ബയസും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെൽറ്റ ഡബ്ല്യു ഐ ജെ ഈസ് ഈക്വൽ ടു എൽ ഇൻറ്റു, ഐ വിൽ ടെൽ യു വാട്ട് ഇസ് എൽ ഇൻ 1 minute, എൽ ഇൻറ്റു എറർ ഓഫ് ജെ ഇൻറ്റു ഔട്ട്പുട്ട് ഓഫ് ഐ. ഓക്കെ, ഡബ്ല്യു ഐ ജെ എന്ന് പറയുന്നത് ഐയിൽ നിന്നും ജെയിലേക്ക് പോകുന്ന വാല്യൂ ആണ്. സോ ഐയുടെ ഔട്ട്പുട്ട് ഇൻറ്റു ജെയുടെ എറർ അലോങ് വിത്ത് ദ ലേണിംഗ് റേറ്റ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബയസിന് എൽ ഇൻറ്റു എറർ ഓഫ് ജെ. ഓക്കെ, ഓരോ നോഡിനാണ് എറർ. സോ ആ നോഡിൻ്റെ എറർ ഇൻറ്റു ദ ലേണിംഗ് റേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ തീറ്റ കണ്ടുപിടിക്കും. ഓക്കെ, ബയസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ ഡെൽറ്റ വാല്യൂസ് പഴയ വെയിറ്റുമായിട്ടും ആഡ് ചെയ്യുക. സോ ന്യൂ വെയിറ്റ് ഇസ് ഡബ്ല്യു ഐ ജെ ഇസ് ഈക്വൽ ടു പഴയ ഡബ്ല്യു ഐ ജെ പ്ലസ് ഡെൽറ്റ ഓഫ് ഡബ്ല്യു ഐ ജെ, ആൻഡ് ന്യൂ ബയസ് ഇസ് ഈക്വൽ ടു തീറ്റ ജെ ഇസ് ഈക്വൽ ടു തീറ്റ ജെ പ്ലസ് ഡെൽറ്റ ജെ. ഇങ്ങനെ ഓരോ കേസിലും നമ്മൾ എല്ലാ നോഡുകളുടെയും വെയിറ്റും ബയസുകളും അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയും ചെയ്ത് കഴിയുമ്പം വീണ്ടും ഈ ടപ്പിളിനെ ഇൻപുട്ടായിട്ട് കൊടുത്തിട്ട് ഈ ഔട്ട്പുട്ടുകൾ കാൽക്കുലേറ്റ് ചെയ്ത് ദിസ് കീപ്സ് കണ്ടിന്യൂയിങ് ടിൽ ദ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ ഇസ് സാറ്റിസ്ഫൈഡ്. ടെർമിനേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയിട്ട് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നൗ ബിഫോർ ഐ ഡു ദാറ്റ് I want to tell you what is error rate. Okay, sorry, error rate alla, learning rate. Learning rate L എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചില ടെക്സ്റ്റ് ബുക്സ് അത് ഈറ്റ എന്നും കൊടുത്തിട്ടുണ്ട്. സോ വാട്ട് എവർ ഇസ് ദെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ യൂസ് ദാറ്റ്. ഇവിടെ എൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ലേണിംഗ് റേറ്റ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഗ്ലോബൽ മിനിമം. ഞാൻ ഒരു എക്സാമ്പിൾ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. സപ്പോസിങ് നമുക്കിങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ശരിക്കും നമുക്ക് മിനിമം ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ എററാണല്ലോ മിനിമൈസ് ചെയ്യുന്നത്. സോ മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഇവിടെയാണ് തുടങ്ങുന്നത്. ഇവിടെ തുടങ്ങി കഴിഞ്ഞിട്ട് ലേണിംഗ് എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ലേണിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ഫാസ്റ്റ് യു ലേൺ, ദ സിസ്റ്റം ലേൺസ് എന്നുള്ളതാണ്. ഫാസ്റ്റ് ലേണിംഗ് റേറ്റ് ഹൈ ആണെങ്കിൽ, ലേണിംഗ് റേറ്റ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ നിന്ന് പെട്ടെന്നൊരു ചാട്ടമായിരിക്കും ഇങ്ങോട്ട്. ഓക്കെ, അവിടെ നിന്ന് പെട്ടെന്നൊരു ചാട്ടമായിരിക്കും ഇങ്ങോട്ട്. ബിക്കോസ്
ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ഭയങ്കര ഹൈ ആയിട്ട് ലേണിംഗ് റേറ്റ് ഉള്ളത് കൊണ്ട് ഈ ഈറ്റയുടെ കൂടെ പ്ലസ് ഡെൽറ്റ ആഡ് ചെയ്യുമ്പോഴത്തേനും വലിയ വാല്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ബിഗ് ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ ആക്ച്വൽ ഔട്ട്പുട്ട്. ഇങ്ങനെ വലിയ വാല്യൂസ് ആകുമ്പം ഇവിടുന്ന് ഒന്ന് ലേൺ ചെയ്ത എറർ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എത്തും, ഇവിടുന്ന് ലേൺ ചെയ്ത എറർ ഉണ്ടെന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടാണ് ചാടുന്നത്, അപ്പോൾ വീണ്ടും എറർ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഇങ്ങോട്ടെത്തും. അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി കളിച്ചുകൊണ്ടിരിക്കും എല്ല് ഭയങ്കര ഹൈ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ലേണിംഗ് റേറ്റ് വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ. എന്നാൽ ലേണിംഗ് റേറ്റ് ഭയങ്കര ലോ ആണെന്ന് വിചാരിക്കാം, വെരി ലോ ആണെന്നുണ്ടെങ്കിൽ ഈ ലേണിംഗ് റേറ്റ് ഭയങ്കര സ്മോൾ സ്റ്റെപ്സ് എടുത്തിട്ടായിരിക്കും ചേഞ്ച് ആവുന്നത്. കുറേ ഐട്രേഷൻസ് കഴിയുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഈ ആവശ്യമുള്ള ഗ്ലോബൽ മിനിമത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. ഓക്കെ, അനദർ പ്രോബ്ലം ഇസ് ദർ. ഈ ഭയങ്കര ലോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിയുമ്പം ദ സിസ്റ്റം വിൽ തിങ്ക് ദാറ്റ് നമ്മൾ മിനിമം എത്തി എന്ന് ചിന്തിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ചെറിയ ചെറിയ സ്റ്റെപ്സിൽ. അപ്പോൾ ഈ കേസ് കഴിയുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ടാണ് ചേഞ്ച് പോകുന്നതെങ്കിൽ അവിടെ വെച്ച് നിർത്തണം എന്നാണ് റൂള്. അപ്പം നമ്മുടെ ലേണിംഗ് റേറ്റ് ഒത്തിരി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നുകൊണ്ട് കളിക്കും, ഒരിക്കലും ഗ്ലോബൽ മിനിമത്തിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് എൽ must be chosen in such a way that it is not very high, that it ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടും ഇരിക്കരുത്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി വെരി ലോ ദാറ്റ് ഇറ്റ് വിൽ ബി സ്റ്റക്ക് ഇൻ ദ ലോക്കൽ മിനിമം. ഓക്കെ, ഗ്ലോബൽ മിനിമം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എൽ മസ്റ്റ് ബി സച്ച് എ വാല്യൂ ദാറ്റ് ഇസ് നോട്ട് വെരി ഹൈ ആൻഡ് നോട്ട് വെരി ലോ. ഓക്കെ, ഇതാണ് എൽ എന്ന് പറയുന്നത്. നോർമലി ട്രയൽ ആൻഡ് എറർ ബേസിസിലാണ് ഇതും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൊമൈൻ എക്സ്പേർട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു വാല്യൂവിലായിരിക്കും എൽ നമ്മൾ കൊടുക്കുന്നത്. ബട്ട് യു ക്യാൻ സീ ദറ്റ് എൽ ഇസ് നോർമലി സം വാല്യൂ ക്ലോസ് ടു 0.5 to 1, 0.5 to 1. ഓക്കെ, വളരെ ഒത്തിരി ഹൈയും ആയിരിക്കില്ല, ഒത്തിരി ലോയും ആയിരിക്കില്ല. ട്രയൽ ആൻഡ് എറർ ബേസിസിലാണ് നമ്മൾ നോർമലി ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഡു ദി എക്സാമ്പിൾ. Okay, in our example you can see ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക്. അതിൽ 3 ഇൻപുട്ട് നോഡ്സ് ഉണ്ട്, 1, 2, 3, ആൻഡ് ദർ ഇസ് 1 ഔട്ട്പുട്ട് നോഡ് വിച്ച് ഇസ് 6. ഓക്കെ, ഒരു ഹിഡൻ ലെയറേ ഉള്ളൂ, 4ഉം 5ഉം. ഇതിലേക്കുള്ള വെയ്റ്റ്സ് ആണ്. ഈ നോഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 3 വെയ്റ്റ്സ് ആണ് വരുന്നത്, W14, W24 ആൻഡ് W34. അപ്പോൾ ഈ 3 ഇൻപുട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്, ബട്ട് ഇൻ ഡിഫറെൻറ്റ് വെയ്റ്റ്സ്. അതേപോലെ തന്നെ 5ലേക്കും എല്ലാ നോഡിൽ നിന്നും ഇൻപുട്ട് ഉണ്ട്, ബട്ട് വിത്ത് ഡിഫറെൻറ്റ് വെയ്റ്റ്സ്. ഇത് കൂടാതെ 4ന് ഒരു ബയസ് ഉണ്ട്, 5ന് ഒരു ബയസ് ഉണ്ട്. ഓക്കെ, അതേപോലെ 6നും ഒരു ബയസ് ഉണ്ട്. ഇതിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത് ഇവിടെ നിന്നും കിട്ടുന്ന ഔട്ട്പുട്ട്സ് ആണ് ഇതിലേക്ക് ഇൻപുട്ടായിട്ട് വരുന്നത്. ദിസ് ഇസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇത് ഓൾറെഡി ഇൻപുട്ടായിട്ട് തന്നു. ലെറ്റ് ദ ലേണിംഗ് റേറ്റ് ബി 0.9. ഫസ്റ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടപ്പിൾ ഈസ് ഈക്വൽ ടു 1, 0, 1. സോ എക്സിൻ്റെ വാല്യൂ ആദ്യം 1 ആയിരിക്കും, x2ൻ്റെ വാല്യൂ 0 ആയിരിക്കും, x3ൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഈ പർട്ടിക്കുലർ ക്ലാസ് ഇസ് ആക്ച്വലി ടാർഗറ്റ് ക്ലാസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് ഈ ടാർഗറ്റ് വെച്ചിട്ട് വേണം ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസ് ഓൾ ദ വാല്യൂസ് ആണ്. ഇൻപുട്ട് തന്നിട്ടുണ്ട്. സോ x1ഉം x2ഉം x3ഉം ഇസ് 1, 0, 1. വെയ്റ്റുകൾ ആർ ഗിവൺ ആസ് ദിസ് ഇസ് 0.2, ദിസ് ഇസ് -0.3, ദിസ് ഇസ് 0.4, ദിസ് ഇസ് -0.1, this is -0.5 and this is 0.2. This is -0.3, this is -0.2 തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൻ്റെ ബയസ് ആണ് θ4 is -0.4, θ5 is 0.2 and θ6 is 0.1. നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദേ ആർ വാല്യൂസ് ഫ്രം ഇത് തന്നിട്ടുള്ള ഇൻപുട്ടാണ്. ഈ വാല്യൂസ് എല്ലാം ആർ വാല്യൂസ് ബിറ്റ്വീൻ -0.5 and 0.5. ഇനി നമ്മൾ ഫോർമുലാസ് യൂസ് ചെയ്ത് മുന്നോട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് വി ഹാവ്. നമുക്ക് തന്നിരിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കായത്. ഓക്കെ, അത് കൂടാതെ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ടുകളാണ്
ഇത് L is equal to 0.1, X is equal to 101, C എന്ന് പറയുന്ന ക്ലാസ് ആണ്. ക്ലാസ് ഇസ് ദ ടാർഗറ്റ് ക്ലാസ് ഇസ് 1. സോ ദിസ് ഇസ് T. ഓക്കെ, T is equal to 1. ഇനി ഇനീഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ വാല്യൂസ് തന്നിട്ട് അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തന്നു. ദീസ് ആർ ദ ഇനീഷ്യൽ വാല്യൂസ്. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദി ഔട്ട്പുട്ട്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇൻപുട്ടിൻ്റെ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി O1 ഈസ് ഈക്വൽ ടു I1. I1 എന്ന് പറയുന്നത് എന്തുവാ? X1 ഈസ് ഈക്വൽ ടു 1. സോ ഈ കേസിൽ ഇവിടെ 1 തന്നെ ആണ്. ഓക്കെ, O2 എന്ന് പറയുന്നത് I2 ബിക്കോസ് അതും ഇൻപുട്ട് നോഡാണ്. I2 എന്തുവാ? 0. X2 ആണ് ഇൻപുട്ട്. അതുപോലെ O3 ഈസ് ഈക്വൽ ടു I3 വിച്ച് ഈസ് ഈക്വൽ ടു 1 ബിക്കോസ് X3 ഈസ് ഈക്വൽ ടു 1. സോ ഇത് മൂന്നും പ്രത്യേകിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനില്ല. ഇൻപുട്ട് എന്താണോ അത് തന്നെയാണ് ഔട്ട്പുട്ട് ബിക്കോസ് ദേ ആർ ഓൾ ഇൻപുട്ട് നോഡ്സ്. ഓക്കെ, ഇനി നമുക്ക് O4 ആണ് ആദ്യത്തെ ഹിഡൻ നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ദ നോഡ് 4. വാല്യൂ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഓഫ് 4. ഇനി ഐ ഓഫ് 4 കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ വാട്ട് ഇസ് ഐ ഓഫ് 4? ഐ ഓഫ് 4 ഇങ്ങോട്ട് നോക്കിക്കേ. ഐ ഓഫ് 4 നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇൻപുട്ട് എങ്ങനെയാണ് വരുന്നത്? എക്സ് ഇത് 1 ആണല്ലോ. ദിസ് ഇസ് 1, ദിസ് ഇസ് 0, ദിസ് ഇസ് 1. സോ നോക്കിക്കേ, ഇതാണ് ആദ്യത്തെ ഇൻപുട്ട്. ദാറ്റ് ഇസ് 1 ഇൻറ്റു W14 പ്ലസ് 0 ഇൻറ്റു W24 പ്ലസ് 1 ഇൻറ്റു W34. അതാണ് ഇതിലെ ഇൻപുട്ട്. പ്ലസ് ബയസ്, ഇവിടെ ഒരു θ4 ഉണ്ട്, ബയസ് പ്ലസ് ബയസ്. ഓക്കെ, സോ ഇതിൻ്റെ ഒക്കെ വാല്യൂസ് ഉണ്ട്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ചെയ്യേണ്ടത്. സോ I4 ഈസ് ഈക്വൽ ടു X1 into W14 plus X2 into W24 plus X3 into W34 plus θ4. അതിലേക്ക് വാല്യൂസ് ഞാൻ ഇൻപുട്ട് ചെയ്തു. W14 എന്ന് പറയുന്നത് 0.2 ആണ്. W24 എന്ന് പറയുന്നത് 0.4 ആണ്. ആൻഡ് W34 എന്ന് പറയുന്നത് -0.5 ആണ്. ഓക്കെ, സോ ഐ ഹാവ് ഗോട്ട് 1 into 0.2, 0 into 0.4 plus 1 into -0.5 and θ4 is -0.4. So plus θ4 എന്നും -0.4. ഇതിനെ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ ഐ ഗെറ്റ് ദ വാല്യൂ -0.7. ഈ -0.7 ആണ് I4 എന്ന് പറയുന്നത്. ഈ I4 ഞാൻ ഇവിടെ ഇക്വേഷനിൽ ഇട്ട് കഴിയുമ്പം -0.7 ആണ്. സോ ഇ റേസ് ടു 0.7 എന്ന് കിട്ടും. അതിൻ്റെ ആൻസറാണ് 0.332. ഈ രീതിയിൽ നമ്മൾ O5 കണ്ടുപിടിക്കണം, O6 കണ്ടുപിടിക്കണം. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് O5 കണ്ടുപിടിക്കണം, O6 കണ്ടുപിടിക്കണം. ഓക്കെ, സോ വി ഹാവ് O4 is equal to 0.332. അതേപോലെ തന്നെ I5 കണ്ടുപിടിച്ചിട്ട് ഇതിലേക്ക് I5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.525 ആണ് O5, 0.474 ആണ് O6. കഴിഞ്ഞു. എല്ലാത്തിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തുവാ? എറർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ എപ്പോഴും എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ നിന്ന് പതുക്കെ പതുക്കെ ഇൻസൈഡിലേക്ക് പോകുന്നതാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദി എറർ. ഓക്കെ, നൗ ഫസ്റ്റ് സി ഔട്ട്പുട്ട് ലെയറിൽ ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 0.474. ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 0.474. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. നമുക്ക് അവിടെ അങ്ങ് എത്തിയിട്ടില്ല. 0.474 ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടുത്തെ എറർ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നൗ എറർ എന്തായിരുന്നു? ഇക്വേഷൻ എറർ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇൻറ്റു 1 മൈനസ് ഔട്ട്പുട്ട്. ഇത്രയും is the derivative of the activation function. So ഇവിടെ sigmoid ആയതുകൊണ്ട് നമ്മുടെ derivative is O of 6, 1 minus O of 6 into the target T minus O of 6. So അതിൻ്റെ values നമ്മൾ substitute ചെയ്യുമ്പോൾ we get 0.474 into 1 minus 0.474 into targetum 1 ആണ്. So 1 minus 0.474. അങ്ങനെ calculate ചെയ്യുമ്പോൾ error is equal to 0.1311.
ഓക്കെ, ഇനി ഇത് ഔട്ട്പുട്ട് ആയിരുന്നുകൊണ്ട് ഈസി ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്യാൻ. ടാർഗറ്റ് മൈനസ് ദിസ് ആയിരുന്നു നമ്മുടെ വാല്യൂ. ഇനി അകത്തേക്ക് ഈ എററിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടും എറർ പ്രൊപ്പഗേറ്റ് ചെയ്യും, ഇങ്ങോട്ടും എറർ പ്രൊപ്പഗേറ്റ് ചെയ്യും. സോ നൗ വി നീഡ് ടു ഫൈൻഡ് ദ എറർ ഓഫ് 5 ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദി എറർ ഓഫ് 4. സോ എറർ ഓഫ് 5 കാൽക്കുലേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ ഇക്വേഷൻ ഇസ് error of 5 is equal to, now this is a hidden node. Hidden node ആയതുകൊണ്ട് ഈ ഹിഡൻ നോഡിലേക്ക് എവിടെ നിന്നാണോ എറർ വരുന്നത്, എറർ വരുന്നത് 6ൽ നിന്ന് മാത്രമേ ഉള്ളൂ 5ലേക്ക്. ആൻഡ് ദർ ഇസ് ഓൺലി 1 ആരോ. സോ ആ വെയിറ്റ് മാത്രമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എറർ ഓഫ് 6 ഇൻറ്റു വെയിറ്റ് ഓഫ് W 5 of 6. ആൻഡ് ദിസ് ഇസ് അഗെയിൻ ദി ആക്ടിവേഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. O5 1 minus O5 into error of 6 into W 5 6. അത് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും വി വിൽ ഗെറ്റ് മൈനസ് 0.0065. ഇതാണ് എറർ ഓഫ് 5. ഇതേപോലെ തന്നെ കാൽക്കുലേറ്റ് എറർ ഓഫ് 4 ഓൾസോ. അങ്ങനെ എറർ ഓഫ് 6ഉം 5ഉം 4ഉം കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പം you will get error of 6 is equal to 0.1311. Error of 5 is equal to minus 0.0065. Value substitute ചെയ്താൽ മാത്രം മതി കറക്റ്റ് ഇക്വേഷനിൽ. ആൻഡ് എറർ ഓഫ് 4 ഇസ് മൈനസ് 0.0087. ഇപ്പം എല്ലാ നോഡ്സിൻ്റെ ഹിഡൻ നോഡ്സിൻ്റെ ഔട്ട്പുട്ട് നോഡിൻ്റെ എറേഴ്സ് കിട്ടി. ഇവിടെ വെച്ച് തീരുന്നില്ല. ഈ എററെ ബേസ് ചെയ്തിട്ട് ഐ ഹാവ് ടു അഡ്ജസ്റ്റ് ദ വെയിറ്റ് ആൻഡ് ദ ബയസ്. അപ്പം നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ഏതൊക്കെ വെയ്റ്റ്സും ബയസസും ആണോ നമുക്കുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റുകളുണ്ട്. W14 15 24 25 34 35 46 56. ഈ വെയിറ്റുകളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ θ4 θ5ഉം θ6ഉം അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ടു അപ്ഡേറ്റ് വെയ്റ്റ്സ് ആൻഡ് ബയസസ്. വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ആദ്യം ഡെൽറ്റ ഓഫ് 46 ആണ് ഞാൻ ആദ്യം അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ ഡെൽറ്റ ഓഫ് 46 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ ഓഫ് 46 ഇസ് ഈക്വൽ ടു L ഇൻറ്റു എറർ ഓഫ് 6 ആണല്ലോ ഈ വെയ്റ്റിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തത്. സോ 6ൻ്റെ എറർ ഇൻറ്റു എവിടെ നിന്നാണ് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നത്, 4th നോഡിൽ നിന്നാണ് ഇൻപുട്ട് കിട്ടുന്നത്. സോ ദി എറർ ഔട്ട്പുട്ട് ഓഫ് 4 മസ്റ്റ് ബി അഡ്ജസ്റ്റഡ് വിത്ത് ദിസ് എറർ ആൻഡ് ലേണിംഗ് റേറ്റ്. ഓക്കെ, സോ L ഇൻറ്റു എറർ ഓഫ് 6 ഇൻറ്റു ഔട്ട്പുട്ട് ഓഫ് 4. സോ അത് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്യുക. 0.9 ലേണിംഗ്, എറർ 0.1311 ആണ് 6ന്, 0.332 ആണ് 4th നോഡിൻ്റെ ഔട്ട്പുട്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ W കിട്ടി. സോ ന്യൂ W46 ഇസ് ഈക്വൽ ടു പഴയ W46 വിച്ച് വാസ് ഈക്വൽ ടു -0.3. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡെൽറ്റ വാല്യൂവും കൂടെ ആഡ് ചെയ്യുക. ഈ ഡെൽറ്റ വാല്യൂ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും യു വിൽ ഗെറ്റ് -0.261. അപ്പം ഈ വെയിറ്റ് അല്പം കൂടി, -0.26 ആയി. നേരത്തെ 0.3 ആയിരുന്നു, -0.26 ആയി. ഓക്കെ, അതേപോലെ തന്നെ 6 ലാസ്റ്റ് ഔട്ട്പുട്ട് നോഡിൻ്റെ ബയസ് ഡെൽറ്റ θ6 ഇസ് ഈക്വൽ ടു L ഇൻറ്റു എറർ ഓഫ് 6. സോ 0.9 ഇൻറ്റു 0.1311. ഈ വാല്യൂ മസ്റ്റ് ബി ആഡഡ് ടു ഇപ്പോഴത്തെ കറണ്ട് തീറ്റ വാല്യൂ. ഇപ്പോഴത്തെ കറണ്ട് തീറ്റ വാല്യൂ ഇസ് ഈക്വൽ ടു 0.1. സോ 0.1 പ്ലസ് 0.9 ഇൻറ്റു 0.1311 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.218. ഇങ്ങനെയാണ് ഒരു വെയ്റ്റിൻ്റെയും ഒരു ബയസിൻ്റെയുമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ വെയ്റ്റുകളും എല്ലാ ബയസുകളും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സോ വി ഹാവ് എല്ലാ വെയ്റ്റുകളും എല്ലാ ബയസുകളും ഇതുപോലെ ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പുതിയ വെയ്റ്റ്സും ബയസസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വെയ്റ്റും ബയസും വെച്ചിട്ട് വീണ്ടും ഈ ടപ്പിൾ തന്നെ ഇൻപുട്ട് ചെയ്തിട്ട് ഔട്ട്പുട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അഗൈൻ ഇഫ് ദി എറർ ഈസ് നോട്ട്
ലെസ് ദാൻ ത്രഷോൾഡ്സ് ഫിക്സ് ചെയ്ത് നമുക്കിവിടെ പറഞ്ഞു തന്നിട്ടില്ല. സോ ത്രഷോൾഡ് എന്തെങ്കിലും ഒന്ന് ലെസ് ആയിട്ട് സേ 0.2 എറർ വരുന്നിടം വരെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എറർ എന്ന് പറയുന്നത് 0.1311 ആണ് എറർ 6. ഓക്കെ, സോ 0.01 ആകുന്നിടം വരെ നമ്മൾ ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ത്രഷോൾഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ട് ആ ത്രഷോൾഡ് എത്തുന്നിടം വരെ ഈ വാല്യൂസ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം ടിൽ ദ വെയ്റ്റ്സ് ആൻഡ് ദ ബയസസ് ആർ ഫിക്സ്ഡ്. വൺസ് നമ്മൾ വെയ്റ്റും ബയസും ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയ ഏത് ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റായിട്ട് ന്യൂറൽ നെറ്റ്വർക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യും. ദിസ് ഇസ് ഇറ്റ് ഫോർ ന്യൂറൽ നെറ്റ്വർക്ക്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പ്ലീസ് പേ അറ്റൻഷൻ വെൻ യു സ്റ്റഡി. ഓക്കെ, ഇനി ഞാൻ ഇത് പറഞ്ഞു തന്നത് ഇങ്ങനെ പറഞ്ഞു തരാനാണ് എളുപ്പം. നൗ ദീസ് ആർ ദ സ്റ്റെപ്സ്. ജസ്റ്റ് ഒന്ന് അത് നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അതൊന്ന് നോക്കിപ്പോകാം. ഓക്കെ, ഒന്ന് ഇനീഷ്യലൈസ് വെയ്റ്റ്സ്, അത് ഓൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രോപ്പഗേറ്റ് ഇൻപുട്ട്സ് ഫോർവേഡ്. ഇൻപുട്ട് എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുന്നത് ഓരോ ലെയറിൽ എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഓരോ ലെയറിലും ഈ IJ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ കേസിൽ സിഗ്മോയിഡ് ഫംഗ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഫംഗ്ഷൻ, ലോജിസ്റ്റിക് ഫംഗ്ഷനോ ഡിപ്പെൻഡിങ് ഓൺ അവർ പ്രോബ്ലം ആണ് നമ്മൾ തീരുമാനിക്കുന്നത് ഏത് ആക്ടിവേഷൻ ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ബയസ് എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റി ഫംഗ്ഷൻ ഒരു ത്രഷോൾഡ് വെച്ചിട്ട് അതിൽ കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി, വാല്യൂസ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബയസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനിയുള്ള എല്ലാ ഔട്ട്പുട്ടുകളും ക്യാഷ് ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദിസ് ഔട്ട്പുട്ട് ഇസ് റിക്വയർഡ് ഫോർ ലേറ്റർ കാൽക്കുലേഷൻ, സോ ഇറ്റ് വിൽ ബി സ്റ്റോർഡ് സംവെയർ ഇൻ മെമ്മറി. ഓക്കെ, ഇതാണ് ഹിഡൻ ഔട്ട്പുട്ട് ലെയേഴ്സ്. പിന്നെ എറേഴ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള, ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് ഡെറിവേറ്റീവ് ഓഫ് ലോജിസ്റ്റിക് ഫംഗ്ഷൻ ആണ്. ഹിഡൻ ലെയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വെയ്റ്റ്സിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേണിംഗ് റേറ്റ് ആദ്യം അറിയണം. അതുകൊണ്ട് ഇതാണ് ഞാൻ ലേണിംഗ് റേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇറ്റ്സ് ഓൾവേസ് എ കോൺസ്റ്റന്റ് വാല്യൂ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, നോർമലി ലേണിംഗ് റേറ്റ് വളരെ കുറവായിരിക്കത്തില്ല. സോ 0.5ഉം 1ൻ്റെ ഇടയിലാണ് നോർമൽ കേസിൽ നമ്മൾ കാണുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ അവർ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ വൈ ദിസ് ഇസ് റിക്വയർഡ് എന്നുള്ളതാണ് ഞാൻ ഈ എക്സ്പ്ലനേഷൻസ് ഐ ഹവ് ഓൾറെഡി എക്സ്പ്ലെയിൻ ടു യു. ദ ഗ്ലോബൽ മിനിമം ആൻഡ് ദ ലോക്കൽ മിനിമം. ഒരിടത്ത് സ്റ്റക്കായി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് റേറ്റ് കൊടുക്കുന്നത്. വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സ്റ്റക്ക് ഇൻ ലോക്കൽ മിനിമം. വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ റോങ് വാല്യൂസ്. സോ നോർമലി നമുക്കിത് അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതാണ്. ലേണിംഗ് റേറ്റ് ഇസ് 1 divided by T, where T is the number of iterations through the training set so far. അപ്പോൾ ഓരോ ഐട്രേഷൻ കൂടുമ്പോഴും ഈ ലേണിംഗ് റേറ്റ് പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. കാരണം വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ കുറഞ്ഞുകൊണ്ടിരിക്കും. വി ആർ റീച്ചിങ് ദി ഔട്ട്പുട്ട്. എന്നുവെച്ചാൽ ആദ്യം തുടങ്ങുമ്പം നമ്മുടെ ലേണിംഗ് റേറ്റ് ഇച്ചിരി വലുതായിരിക്കും. ഓക്കെ, വലിയ സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ അത് ഇച്ചിരി കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഈ ഒരു മിനിമം എത്തുമ്പം ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിവിഷൻ കുറച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്പർ ഓഫ് ഐട്രേഷൻസ് അനുസരിച്ച് കുറച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, സോ സ്ലോലി കുറഞ്ഞായിരിക്കും ലേണിംഗ് റേറ്റ് വരുന്നത്. Okay, so that is why usually learning rate is set at 1 by T, where T is the number of iterations through the training set so far. എത്ര iterations കഴിഞ്ഞിട്ടുണ്ടോ അതേ ബേസ് ചെയ്തിട്ടായിരിക്കും T, 1 by T. ഇനി തീറ്റ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം? ഫോർമുലയാണ് L into error rate. അപ്ഡേഷൻ 2 രീതിയിൽ നടത്താം. ഒന്നെങ്കിൽ ഓരോ ടപ്പിൾ കഴിയുമ്പോഴും നമുക്ക് വെയിറ്റും ബയസും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒത്തിരിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേഷൻസ് വീണ്ടും വരും, മെമ്മറി ആക്സസ് കൂടുതൽ വരും. അപ്പം ഒത്തിരി ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം എപ്പോക്ക് അപ്ഡേഷൻ ചെയ്യാം. എന്നുവെച്ചാൽ ഒരു ട്രെയിനിങ് സെറ്റ് തീരുന്നിടം വരെ നമുക്ക് വെയ്റ്റ്സും ബയസസും ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. എന്നിട്ട് ഫൈനൽ ചേഞ്ച് ഇൻ വെയ്റ്റും ബയസും നമുക്ക് അപ്ഡേറ്റ് ചെയ്താൽ മതി. സോ എനി വൺ ഓഫ് ദീസ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്. ഒന്നെങ്കിൽ ഓരോ ടപ്പിൾ തീരുമ്പോൾ നമുക്ക് വെയ്റ്റും ബയസും അപ്ഡേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനിങ് സെറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ വെയ്റ്റും ബയസും അപ്ഡേറ്റ് ചെയ്യാം. 1 iteration ത്രൂ ദി ട്രെയിനിങ് സെറ്റ് ഇസ് എപ്പോക്ക്. ഒരു എപ്പോക്ക് എന്ന് പറയുന്നത് ട്രെയിനിങ് സെറ്റിലുള്ള എല്ലാ ടപ്പിൾസിൻ്റെയും വാല്യൂസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് ഒരു എപ്പോക്ക് എന്ന് പറയുന്നത്. സോ ഒരു എപ്പോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അപ്ഡേഷൻ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നൗ ടെർമിനേഷൻ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ∆WIJ നമുക്ക് ഫിക്സ് ചെയ്യാം. എന്നിട്ട് ആ ഡെൽറ്റയ്ക്ക് ഒരു ത്രഷോൾഡ് കൊടുത്തിട്ട് അതിലും കുറവ് ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.
അതല്ലെന്നുണ്ടെങ്കിൽ മിസ്ക്ലാസിഫിക്കേഷൻ, പെർസെൻറ്റേജ് ഓഫ് ടപ്പിൾസ് മിസ്ക്ലാസിഫൈഡ് ഇൻ ദ പ്രീവിയസ് എപ്പോക്ക് ഇസ് ബിലോ സം ത്രഷോൾഡ്. എന്ന് വെച്ചാൽ എറർ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എറർ എത്തുമ്പോൾ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എപ്പോക്സ് ഹാവ് എക്സ്പയർഡ്, എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യമാണോ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞത്, ഐട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത്, അത് എക്സ്പയർ ചെയ്തു. അങ്ങനെ എന്തെങ്കിലും ഒരു ടെർമിനേറ്റിംഗ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ദിസ് we are ending neural network. We will continue with the next section in the next class.